വെസ്റ്റ് ഇൻഡീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്രിക്കറ്റാണ്. വെസ്റ്റ് ഇൻഡീസ് എന്ന പേരിൽ ഒരു ദേശരാഷ്ട്രമില്ലെങ്കിൽ കൂടി ക്രിക്കറ്റിനായി തുന്നിച്ചേർത്ത ഈ കരീബിയൻ ദ്വീപ് കൂട്ടമാണ് ഈ 2000 ആണ്ട് കാലം വരെ ക്രിക്കറ്റിനെ ചോരയും നീരും കൊടുത്തു വളർത്തിയത്. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആസ്വാദനത്തിന് വേണ്ടി കണ്ടുപിടിച്ച കായിക വിനോദത്തെ അവർ അടിച്ചമർത്തപ്പെട്ടവന്റെ ആയുധമാക്കി. ആ ആയുധം വെച്ച് അവർ ലോകം കീഴടക്കി. ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ഇങ്ങനെയൊരു രാജ്യക്കൂട്ടങ്ങളുണ്ടെന്നും അവിടെയും മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നും അവർ വിളിച്ചു പറഞ്ഞത് ക്രിക്കറ്റിലൂടെയായിരുന്നു. തുടർച്ചയായി 3 ലോകകപ്പ് ഫൈനൽ കളിച്ച, 2 തുടർ ലോക ചാമ്പ്യൻ പട്ടങ്ങൾ നേടിയ, ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ, 2 വട്ടം ICC T20 ജേതാക്കളായ അവർ പക്ഷേ 2000-ങ്ങൾക്ക് ശേഷം കിതച്ചുകൊണ്ടിരുന്നു. 2023 ഏകദിന ലോകകപ്പ് യോഗ്യതയും 2024 T20 ലോകകപ്പ് യോഗ്യതയും വരെ അവർക്ക് നേടാനായില്ല. സാമ്പത്തിക പരാധീനതകളും താരങ്ങളും ബോർഡും തമ്മിലുള്ള കൂലിത്തർക്കങ്ങളും ഒരു കാലത്ത് എല്ലാവരുടെയും 2ാം ടീമായിരുന്ന വെസ്റ്റ് ഇൻഡീസിനെ അപ്രസക്തമാക്കി. അതിൽ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് നിലവിൽ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഹിറ്റിംഗ് പവർ ഹൗസായ നിക്കോളാസ് പൂരാന്റെ 29ാം വയസ്സിലെ വിരമിക്കൽ. 3 ഫോർമാറ്റിൽ നിന്നും ഇനി വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി കളിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ പുരാൻ ചെയ്തത് ഒരു ബാധ്യത ഒഴിപ്പിക്കൽ കൂടിയാണ്. ക്രിസ് ഗെയിൽ, കീറൻ പൊള്ളാർഡ്, ഡാരൻ സമ്മി, ആന്ദ്രെ റസൽ, സുനിൽ നരൈൻ, ബ്രാവോ തുടങ്ങിയവർ സെൻട്രൽ കോൺട്രാക്ട് വേണ്ടെന്ന് വെക്കുകയും എന്നാൽ സെലക്ഷന് ലഭ്യമാകുകയും ചെയ്ത് ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലേക്ക് സജീവമാകാൻ എടുത്ത തീരുമാനത്തിൽ ഒരു പടി കൂടി കടന്ന് പുരാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഫ്രാഞ്ചൈസ് ലീഗുകളുടെ എണ്ണവും അതിൽ താരത്തിന്റെ മൂല്യവും വർദ്ധിച്ചതും ഈ തീരുമാനത്തിന് വേഗം കൂട്ടി. ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ബിഗ് ബാഷ് ഓസ്ട്രേലിയ, ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ്, കരീബിയൻ പ്രീമിയർ ലീഗ് എന്നിവയായിരുന്നു 2015 വരെയുള്ള പ്രധാന ലീഗുകൾ. 2016 പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കടന്നു വന്നു. ശേഷം ഗ്ലോബൽ T20 കാനഡ, ലങ്ക പ്രീമിയർ ലീഗ്, സൗത്ത് ആഫ്രിക്ക T20, ഇന്റർനാഷണൽ ലീഗ് T20, മേജർ ലീഗ് ക്രിക്കറ്റ് എന്നിങ്ങനെ ആ പട്ടിക നീണ്ടു. ഇതിൽ 7ഓളം ലീഗുകളിൽ പുരാൻ ഇപ്പോൾ ഒരു സീസണിൽ കളിക്കുന്നുണ്ട്. ആ സീസണിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. ദേശീയ ടീം എന്നത് ഒരു അനിവാര്യതയല്ലാതാകുകയും ഫ്രാഞ്ചൈസി ലീഗുകൾ കളിക്കാരുടെ കേളി ശൈലിയെയും ജീവിത രീതിയെയും മാറ്റി പണിയുകയും ചെയ്തതോടെ വിൻഡീസ് ക്രിക്കറ്റ് ഇല്ലാതാവുകയാണ്. ഫലമോ, കരീബിയൻ മനുഷ്യരിൽ ക്രിക്കറ്റ് അവശേഷിക്കുമ്പോഴും ക്രിക്കറ്റിനായി മാത്രം അവരുടെ ചോരയിൽ ഉതിർത്ത വെസ്റ്റ് ഇൻഡീസ് എന്ന ക്രിക്കറ്റ് പ്രതീകം ഇല്ലാതെയായി. ആ പ്രതീകമില്ലാതെ ക്രിക്കറ്റ് പൂർണ്ണമാകുമോ? വരും കാലം അതിന് ഉത്തരം നൽകും.